നമസ്കാരം. പ്രധാന വാർത്തകൾ. തൊടുപുഴ നഗരസഭയിലെ കുന്നുംപുറം കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ നഗരസഭയിൽ മാലിന്യ സംസ്കരണ പദ്ധതികൾ വൈകുന്നതിൽ റെസിഡൻസ് അപ്പെക്സ് കൌൺസിലിന് അതൃപ്തി. പ്രവാസി കേരള കോൺഗ്രസ് ഇംഗ്ലണ്ട് റീജിയൻ ഏർപ്പെടുത്തിയ KM ജോർജ് സ്മാരക അവാർഡ് ഫാദർ ഡേവിഡ് ചിറമേലിന്. വാർത്തകൾ വിശദമായി. തൊടുപുഴ നഗരസഭയിലെ 4-ാം വാർഡിൽ 10 ലക്ഷത്തോളം രൂപ ചെലവിൽ നിർമ്മിച്ച കുന്നുംപുറം കുടിവെള്ള പദ്ധതി PT തോമസ് MP ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിലാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീജ ജയൻ, AM ഹാരിത്, ജോസഫ് ജോൺ, നൈറ്റ്സി കുര്യാക്കോസ്, ഷിബിലി സാഹിബ്, കൌൺസിലർമാരായ PC ജയൻ, താജുനിസ, സുധാ സുധാകരൻ, ഷർജ ജമാൽ തുടങ്ങിയവർ സംസാരിച്ചു. വാർഡ് കൌൺസിലർ K ദീപക് സ്വാഗതം ആശംസിച്ചു. വെള്ളക്കെട്ട് മാറ്റുക, കൊതുക് നശിപ്പിക്കുക, ഇങ്ങനെ പകർച്ചവ്യാധികൾ തടയാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് 2007 മുതൽ ഒരു വാർഡിന് 25,000 രൂപ തരുന്നു. അതുപോലെ തന്നെ ആശാപ്രവർത്തകർ ധാരാളമുണ്ട്. അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയറിന്റെ ആളുകളുണ്ട്. അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ പ്രവർത്തകരുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ആളുകൾ നല്ല വിദ്യാസമ്പന്നരായിട്ടും എന്തുകൊണ്ടാണ് നമുക്കൊന്നും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ രോഗം പടർന്നു പിടിക്കുന്നു എന്നുള്ളത് ഗൗരവതരമായി നമ്മൾ കണക്കിലെടുക്കേണ്ട ഒന്നാണ്. അതിന്റെ മുഖ്യ ഉപാധികളിലൊന്ന് നമ്മുടെ ശുദ്ധജലത്തിന്റെ അഭാവമാണ്. അത് വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്പം ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാൻ കഴിയുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മുടെ വീടിന്റെ പരിസരത്ത് നമ്മുടെ ആളുകളുടെ എല്ലാം മനോഭാവം എന്താണെന്ന് ചോദിച്ചാൽ, കണ്ണടച്ചിട്ട് നമ്മുടെ പറമ്പിൽ നിന്ന് അല്ല നമ്മുടെ വീടിന്റെ ചുറ്റുപാടിൽ നിന്ന് മാലിന്യം അടുത്ത പറമ്പിലേക്ക് ഇട്ടേക്കും. പുഴ മുഴുവൻ, ചെറിയ നീരൊഴുക്ക് മുഴുവൻ പ്ലാസ്റ്റിക്കും അതുപോലുള്ള വേസ്റ്റുകളും കൊണ്ട് കുഴിച്ചിട്ടിരിക്കും. അവിടെ എല്ലാം ഇങ്ങനെ കിടന്ന് വെള്ളം തിളയ്ക്കുന്നത് പോലെയാണ് കൊതുക് ഇങ്ങനെ പൊങ്ങി വരുന്ന കാഴ്ച നമ്മൾ കാണും. അതെല്ലാം തടയാനായിട്ടുള്ള നടപടി വേണം. അതുപോലെ തന്നെ പലയിടത്തും കക്കൂസിന്റെ കുഴല് പലരും അടച്ചു വെച്ചിട്ടില്ല. അടച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ മുഴുവൻ അടയ്ക്കാൻ പാടില്ല. കൊതുക് കടക്കാത്ത രീതിയിൽ ചെറിയ നെറ്റിട്ട് അത് അടയ്ക്കണം. അതിന് 5 രൂപയുടെ ചെലവ് പോലുമില്ല. പക്ഷെ അത് പലയിടത്തും ഉണ്ടാവുന്നു. എന്റെ അഭിപ്രായത്തിൽ ഇരിക്കുന്ന വാർഡ് കൗൺസിലർമാർ അവരുടെ വാർഡിൽ, എന്റെ വാർഡിൽ കൊതുക് വെച്ചുവരുന്ന ഒരു കക്കൂസ് ടാങ്ക് ഉണ്ടാവില്ല എന്ന് തീരുമാനിക്കും. കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. കേന്ദ്രമന്ത്രി KV തോമസ് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ച് സാർവത്രിക വിദ്യാഭ്യാസ രംഗത്ത് ക്രൈസ്തവ സമൂഹം നൽകിയിട്ടുള്ള സേവനം വളരെ ശ്ലാഘനീയമാണ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സ്കൂൾ മാനേജർ എടുത്തു പറഞ്ഞ കാര്യം, അർഹരായ മുഴുവൻ ആളുകൾ വിദ്യാഭ്യാസം ലഭിക്കുന്ന കാര്യത്തിൽ യുവത അധ്യക്ഷൻ മൂലക്കാട് പിതാവ് എടുക്കുന്ന താല്പര്യം വളരെ പ്രശംസനീയമാണ്. വരുന്ന ആളുകളുടെ പോക്കറ്റ് നോക്കിയിട്ടല്ല, മറിച്ച് അവരുടെ കഴിവ്, അവർക്ക് സമൂഹത്തിൽ നൽകാൻ കഴിയുന്ന സംഭാവനയെ പരിശോധിച്ചിട്ടാണ് ഈ കോട്ടയം ജ്ഞാനായ രൂപതയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും, അത് വിദ്യാർത്ഥികളുടെ പ്രവേശനമാണെങ്കിലും അധ്യാപകരുടെ പ്രവേശനമാണെങ്കിലും അവരുടെ കഴിവ് എക്കാലത്തും മുൻതൂക്കം ഗുണകരമായി മുന്നോട്ട് പോകാൻ കഴിയും. ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് പ്രതിബദ്ധതയുള്ള ഒരു പുതിയ സമൂഹത്തെ നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ രാജ്യത്ത് ഞാൻ വളരെ ശ്രദ്ധിച്ചത്. ജൂബിലി സ്മാരക ഇൻഡോർ സ്റ്റേഡിയം മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കോട്ടയം അതിരൂപത മെത്രാപ്പൊലീത്ത മാർ മാത്യു മൂലക്കാട്ട് അധ്യക്ഷനായിരുന്നു.
വളർന്നു വരുന്ന രണ്ട് ശക്തികൾ, ഒന്ന് ഇന്ത്യയും ഒന്ന് ചൈനയും. ഇന്ത്യയുടെ ഈ വളർച്ചയ്ക്കുള്ള പ്രധാന കാരണം വിദ്യാഭ്യാസ രംഗത്തുള്ള വളർച്ചയാണ്. പ്രത്യേകിച്ചും സ്വാതന്ത്ര്യത്തിന് ശേഷം വലിയ മുന്നേറ്റമാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. IT രംഗത്തുമെല്ലാം അതിനെല്ലാം പശ്ചാത്തലമൊരുക്കുന്ന ഉന്നത വിദ്യാഭ്യാസത്തിന് കളമൊരുക്കുന്നത് +2 ആണ്. +2 നിന്നാണ് പിന്നെ പഠിച്ച് മിടുക്കരായി രംഗത്ത് വരേണ്ടത്. അങ്ങനെയുള്ള ഒരു വിദ്യാലയം ഇവിടെ നടക്കുന്നു. അത് ഉന്നത നിലവാരത്തിൽ നടക്കുന്നു. ഈ പ്രദേശത്തിന് കഴിഞ്ഞ കാലത്ത് വലിയ സംഭാവനകൾ നൽകിയ സെന്റ് അഗസ്റ്റീൻസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ എല്ലാവരും അഭിനന്ദിക്കുന്നു. ഈ വിദ്യാലയം സംഭാവന ചെയ്ത ഏറ്റവും മഹൽ വ്യക്തിയാണ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ. പിതാവിനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. കോതമംഗലം രൂപത മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. PT തോമസ് MP സയൻസ് ലാബ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MT തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ്മ ജോസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മി മറ്റത്തിപ്പാറ തുടങ്ങിയവർ സംസാരിച്ചു. തൊടുപുഴ നഗരസഭയിൽ മാലിന്യ സംസ്കരണ പദ്ധതികൾ വൈകുന്നതിൽ റെസിഡൻസ് അപ്പെക്സ് കൌൺസിലിന് അതൃപ്തി. ബയോഗ്യാസ് വിതരണം, പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റ് സ്ഥാപിക്കൽ തുടങ്ങിയ പദ്ധതികൾ വൈകുന്നതായി ട്രാക്ക് നേതാക്കൾ കുറ്റപ്പെടുത്തി. 3 മാസത്തിനകം ഇവ പൂർത്തിയാക്കുമെന്ന ചെയർമാന്റെ ഉറപ്പ് വിശ്വാസത്തിലെടുക്കുന്നതായും അവർ പറഞ്ഞു. മൈസൂർ മോഡൽ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് ചെയർമാൻ ഉറപ്പ് നൽകാത്ത സാഹചര്യത്തിൽ ട്രാക്ക് സ്വന്തം നിലയിൽ പഠനം നടത്തും. ഉറപ്പുകൾ പാലിക്കാതെ വന്നാൽ മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തും. നേതാക്കളായ MC മാത്യു, N ശിവരാമൻ, VV രവീന്ദ്രനാഥ്, സണ്ണി തെക്കേക്കര, സെബാസ്റ്റ്യൻ ജേക്കബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ് ഇക്കാര്യം. ഈ വിഷയം ചോദിച്ചു ഞങ്ങള്. ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ്, മൈസൂർ മോഡൽ പ്ലാന്റ് എന്തായി? യാതൊരു ഉത്തരവുമില്ല. അത് നമുക്ക് എന്ന് സ്ഥാപിക്കാൻ കഴിയും? അതിപ്പോ പറയാൻ കഴിയില്ല. എന്താണ് നിങ്ങൾ ലക്ഷ്യമിടുന്നത്? വേറെന്തെങ്കിലും പദ്ധതിയെ കുറിച്ചിട്ടാണോ? പല ആലോചനകളും ഉണ്ട് എന്ന മറുപടി മാത്രമാണ് നമുക്ക് ലഭിച്ചത്. 1,20 ലക്ഷം ഉറുപ്പിക ഈ പ്രോജക്റ്റിന് വേണ്ടി ശുചിത്വ മിഷൻ നൽകിയത് കയ്യിൽ ഉണ്ട്. പക്ഷേ ആ പ്രോജക്റ്റിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഇപ്പോഴും ഇല്ല. അനിശ്ചിതത്വത്തിലാണ്. അവർക്ക് മറ്റ് പല ചിന്തകളിലും പെട്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് ഒരു പ്രശ്നം. ആ ഡംപിംഗ് യാർഡിലേക്ക് പട്ടണത്തിൽ നിന്ന് പുതിയ വാഹനങ്ങളൊന്നും കൊണ്ടുപോകാൻ അവിടെ നാട്ടുകാർ സമ്മതിക്കാതെ വന്ന സാഹചര്യം ഉണ്ടായി. അപ്പോഴും ഞങ്ങളുടെ ഇടപെടലുണ്ടായി. 13 ലോഡ് മാലിന്യമാണ് ഒരു ദിവസം അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ 5 ലോഡേ ഉള്ളൂ. 5 ലോഡേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കി ലോഡ് മാലിന്യം നമ്മുടെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നു എന്ന് യാതൊരു അർത്ഥവുമില്ല. ഉറവിടത്തിൽ സംസ്കരിക്കാൻ കഴിഞ്ഞ വർഷം 150 ബയോഗ്യാസ് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇക്കൊല്ലം ഇപ്പോ 250 ബയോഗ്യാസ് വെച്ച് കഴിഞ്ഞിട്ട് 250 താഴെ ബയോഗ്യാസ് പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും പ്രവർത്തനം നടന്നു എന്നുള്ളത് കൊണ്ട് ഈ ബാക്കി 13 5 പോയാൽ 9 ലോഡ് മാലിന്യം അതിപ്പോ പെരുകിയിട്ടുണ്ടാവും. കാരണം ജനസംഖ്യ വീണ്ടും പെരുകിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ ഓടകളിലും പുഴയിലുമെല്ലാമായി തള്ളുകയാണ്. അല്ലാതെ ഇവിടെ മാലിന്യം ഇല്ലാതായി എന്ന രൂപത്തിൽ നമ്മൾ കണ്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയും തൊടുപുഴ ധന്വന്തരി വൈദ്യശാലയും ചേർന്ന് പകർച്ചപ്പനി ചികിത്സാ ക്യാമ്പ് നടത്തി. ധന്വന്തരി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ CNN നമ്പൂതിരി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. CEO മുരളീധരൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ സോമൻ, ഡോക്ടർ അനൂപ്, ഡോക്ടർ സഹദേവൻ, ഡോക്ടർ സതീഷ് കുമാർ, N രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ ദഹനശേഷി കുറവ്, അതിനുണ്ടാകുന്ന വൈകല്യം കൊണ്ടായിരിക്കും ഒരു അസുഖം. ഈ ഡെങ്കു ഫീവറിന്റെ നമുക്ക് ആദ്യം മുമ്പിലേക്ക് പോകാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം ആൾക്കാര് അതൊക്കെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള അവരെ സൂര്യനൊതിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് ആചാര്യന്മാർ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിച്ചിരിക്കുകയാണ്. അതായത് ഡെങ്കു ഫീവർ എന്ന് പറയുന്ന ആയുർവേദ വൈദ്യശാസ്ത്ര പ്രകാരം സന്തതാതി കാലജ്വരങ്ങളിൽ പെടുന്ന ഒരു ജ്വരമാണ്, ജ്വരാവസ്ഥയാണ്, ഒരു പനിയാണ്. ജ്വരം പനി. അപ്പം സന്തതാതി കാലജ്വരങ്ങളിൽ പെടുന്ന, അതായത് ആധാരകാലമെന്നും വിസർഗകാലമെന്നും രണ്ടായിട്ട് ഒരു വർഷത്തെ തിരിക്കുകയാണെങ്കിലും ആദ്യത്തെ 6 മാസം ആധാരകാലമെന്നും അതിന്റെ അടുത്ത 6 മാസം വിസർഗകാലമെന്നുമായി രണ്ടായി തിരിച്ചിട്ട്
ഈ വിസർഗകാലത്തിൽ ആദ്യമുള്ളതാണ് വർഷ ഋതു. അത് മഴക്കാലം, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലം. എല്ലാവർക്കും പറയുന്ന പോലെ ഈവൻ മീഡിയാസിലൂടെ തന്നെയാണല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാം ശുചീകരണമില്ലായ്മ. അപ്പം അതിനുള്ള ബോധവൽക്കരണം നടത്താനുള്ള ഒരു സ്കേഴ്സിറ്റി, ഒരു ലാഗ്ന ഉണ്ടാകുന്ന, ഗവൺമെന്റ് ഭാഗം പോലെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ നമ്മുടെ പൊതുജനങ്ങളിൽ ഉണ്ടാകുന്ന ഒരു അവയർനെസിന്റെ ലാഗ്ന കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള പകർച്ചവ്യാധികളെല്ലാം. ചടങ്ങിൽ ധന്വന്തരി വൈദ്യശാല ജീവനക്കാരുടെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. SSLC, +2 പരീക്ഷകളിൽ A+ നേടിയ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്നുള്ള സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ സമയവയസ്സിനുള്ള കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ. സ്മിത ശരവണൻ, രേണു ശ്രീകാന്ത്, NJ, ഇനി നമ്മൾ 6 മുതൽ ഷീബ ബാബു, സുമ രാജൻ, രേഖ വേണുഗോപാൽ, മിനി ബെന്നി, മിനി സാബു. KCYM കല്ലാനിക്കൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കല്ലാനിക്കൽ സെന്റ് ജോർജ് UP സ്കൂളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഹെഡ്മാസ്റ്റർ ദേവസി അച്ഛൻ PM പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങി. സ്കൂൾ മാനേജർ ഫാദർ ജോർജ് വെള്ളംകുന്നേൽ അധ്യക്ഷനായിരുന്നു. മഹേഷ് മാത്യു, ബെൽജി P. ജോസ്, ബിബിൻ ജോസഫ്, ഡോണോ അന്തോണി തുടങ്ങിയവർ സംസാരിച്ചു. KCYMന്റെ ആഭിമുഖ്യത്തിൽ സെന്റ് ജോർജ് ചർച്ച് കല്ലാനിക്കൽ കാഴ്ചസമർപ്പണം നടത്തിയ കുട്ടികളുടെ പഠനോപകരണങ്ങൾ സെന്റ് ജോർജ് UP സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി ഇന്ന് കൈമാറുകയായിരുന്നു. സ്കൂൾ ഹെഡ് മാസ്റ്റർ ദേവസ്വച്ച് സാറിനെയും കുട്ടികളെയും ബുക്കും പുസ്തകങ്ങളും പേനയും പെൻസിലും എല്ലാം കൈമാറി. ഇതിന് സഹകരിച്ച KCYMലെ മുഴുവൻ പ്രവർത്തകർക്ക് പ്രത്യേകം അനുമോദനം അറിയിക്കുന്നു. എല്ലാവരെയും അഭിനന്ദിക്കുന്നു. പ്രവാസി കേരള കോൺഗ്രസ് ഇംഗ്ലണ്ട് റീജിയൻ ഏർപ്പെടുത്തിയ KM ജോർജ് സ്മാരക അവാർഡ് ഫാദർ ഡേവിസ് ചിറമേലിന്. അവാർഡ് ജൂൺ 15 വൈകിട്ട് 4 മന്ത്രി PJ ജോസഫ് പ്രസ് ക്ലബ് ഹാളിൽ വെച്ച് സമ്മാനിക്കും. കരൾ ദാനത്തിലൂടെ ശ്രദ്ധേയായ റെയ്നിയെയും സ്വീകർത്താവ് സ്വാതി കൃഷ്ണയെയും ചടങ്ങിൽ ആദരിക്കും. സംഘടനയുടെ പ്രസിഡന്റ് ബിനോയ് പൊന്നാട്ട്, ബിജു ഇളന്തുരുത്തിൽ, സിജോ വെള്ളിയാനിപ്പുറം, ജെയിംസ് അരക്കത്തോട്ടം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. പൊതുസമൂഹത്തിലേറെ മഹനീയ വ്യക്തിത്വങ്ങളായ വ്യക്തികളെ ആദരിക്കുവാനുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി യശസ്വിനായ കേരള കോൺഗ്രസ് സ്ഥാപക ചെയർമാൻ ശ്രീ KM ജോർജ് സാറിൻ്റെ നാമധേയത്തിൽ KM ജോർജ് സ്മാരക അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ KM ജോർജ് സ്മാരക പ്രഥമ അവാർഡ് പ്രിയങ്കരനായ റവറൻ ഫാദർ ഡേവിസ് ചിറമേൽ, കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ, അദ്ദേഹത്തിനാണ് ഞങ്ങളുടെ പ്രഥമ അവാർഡ് നൽകുന്നതും 10,900 രൂപ കാശ് അവാർഡും ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വരുന്ന ശനിയാഴ്ച 15-ാം തീയതി നമ്മുടെ ഈ പ്രസ് ക്ലബ്ബിൽ നടക്കുന്ന അവാർഡ് ദാന ചടങ്ങിലും പൊതുസമ്മേളനവും കേരളത്തിൻ്റെ പ്രിയങ്കരനായ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ PJ ജോസഫ് സാർ ഉദ്ഘാടനം ചെയ്യും. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നതാധികാര സമിതി അംഗവും കേരള ഫീഡ്സ് ചെയർമാനുമായ ശ്രീ PC ജോസഫ് XMLA ആമുഖ പ്രസംഗം നടത്തും. ശ്രീ KM ജോർജ് സാറിൻ്റെ പ്രിയപുത്രനും ഇടുക്കിയുടെ മുൻ MPയുമായ ശ്രീ K. ഫ്രാൻസിസ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തും. ശ്രീ റോഷി അഗസ്റ്റിൻ MLA മുഖ്യാതിഥിയായിരിക്കും. കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രിയ നേതാക്കന്മാരായ പ്രൊഫസർ MJ ജേക്കബ്, പ്രൊഫസർ KA ആൻ്റണി, ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷീല സ്റ്റീഫൻ, കേരള യൂത്ത് ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ M. മോനിച്ചൻ അടക്കമുള്ള പ്രമുഖരായ വ്യക്തികൾ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കും. ഈ അവാർഡ് ദാന ചടങ്ങിനോടൊപ്പം സ്വയം അവയവദാന സമൂഹത്തിലൂടെ എല്ലാവർക്കും മാതൃകയായി തീർന്ന തൊടുപുഴ ഉടുമ്പന്നൂർ സ്വദേശിനി റെയ്നി ജോയിയെയും
ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിച്ച് +2 പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ കരൾ ശ്രീകർത്താവ് കുമാരി സ്വാതി കൃഷ്ണയും തദവസരത്തിൽ ആദരിക്കുകയും ചെയ്യുന്നു. YMCA സ്ഥാപക ദിനാചരണവും ചെറുതോണി യൂണിറ്റ് വാർഷികവും നടന്നു. ഇടുക്കി ADM PN സന്തോഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ജോസ് തോമസ് അധ്യക്ഷനായിരുന്നു. യൂണിറ്റ് പ്രസിഡന്റ് സാജൻ കുന്നേൽ, വർഗീസ് വെട്ടിയാങ്കൽ എന്നിവർ സംസാരിച്ചു. അവിടെ തിരിച്ചറിയണമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചല്ല തടയോ അതുപോലെ എന്തെങ്കിലും ചെറിയ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ തിരിച്ചറിയുന്ന കാര്യമാണെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ പോകുന്നു. വഴിക്ക് വന്നപ്പോഴാണ് നമ്മുടെ ജോർജ് ഇങ്ങനെ ഇതല്ല, ഇത് തിരിച്ചറിയല്ല, ഇത് വേറൊരു പരിപാടിയാണ്. അന്നേരമാണ് മാസത്തിൽ മുൻകൂട്ടി ഒരു തയ്യാറെടുപ്പ് നടത്താതെ ഇവിടെ വന്നതിന് പോരായി എനിക്ക് തോന്നി. എങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണെന്ന് മനസ്സിലാക്കിയത് ആ ഒരു ചമ്മലൊക്കെ മാറി. ഈ നമ്മുടെ സാരൻ എന്നാൽ പറഞ്ഞപോലെ ഒരു പിടി തിരക്കുകൾക്കിടയ്ക്കിൽ നിന്നാണ് അതൊക്കെ എന്നെ ഒന്ന് ചാടി വിട്ടത്. അദ്ദേഹത്തിന് നാളെ ഡൽഹിക്ക് പോകുന്ന ഒരു പ്രോഗ്രാമാണ്, അതിൻ്റെ മുൻനിർത്തത്തിലായിരുന്നു. എന്നാൽ ഇങ്ങനെ സ്നേഹപൂർവ്വം ഒരു കാര്യം പറഞ്ഞപ്പോൾ ആരെങ്കിലും പങ്കെടുക്കണമെന്ന് അദ്ദേഹം നിർബന്ധം വിളിക്കുകയും എന്നെ ഇങ്ങോട്ട് ഉത്തരവാദിത്തപ്പെട്ട് വിടുകയും ചെയ്തു. ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇതോടുകൂടി ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ എന്നെ പോകാൻ ഒരു അനുവാദം തരണമെന്നൊരു അപേക്ഷയുണ്ട്. ഹെൻറി ബേക്കർ ജന്മ ദ്വിശതാബ്ദി ആഘോഷങ്ങൾ 14-ന് ഹെൻറി ബേക്കർ കോളേജിൽ നടക്കും. കേന്ദ്രമന്ത്രി കിഷോർ ചന്ദ്രദേവ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രിൻസിപ്പൽ ഡോക്ടർ എബ്രഹാം ഡാനിയൽ, റവറന്റ് ഫാദർ PJ ജോസഫ് തോമസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. 5 വർഷം നീണ്ടു നിൽക്കുന്ന വളരെ വിപുലമായ പരിപാടികളുടെ ഉദ്ഘാടനം ഹെൻറി ബേക്കറിന്റെ നാമധേയത്തിൽ സ്ഥാപിക്കപ്പെട്ട ഹെൻറി ബേക്കർ കോളേജിൽ നടത്തപ്പെടുകയാണ്. പ്രധാനമായ പ്രവർത്തന പരിപാടികൾ വിശദീകരിക്കട്ടെ. അന്നത്തെ യോഗത്തിൽ 5 വർഷം നീണ്ടു നിൽക്കുന്ന ഹെൻറി ബേക്കർ ജന്മ ദ്വിശതാബ്ദി പരിപാടികളുടെ ഉദ്ഘാടനവും അതിനോടുള്ള ബന്ധത്തിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടത്തപ്പെടുന്നു. പ്രധാനമായിട്ടും ഹെൻറി ബേക്കറിന്റെ ജന്മസ്ഥലമായ കെർബിയുടെ പേരിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഗാർഡൻ, അദ്ദേഹത്തിന്റെ പ്രതിമയുടെ അനാച്ഛാദനം, ജന്മ ദ്വിശതാബ്ദി ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം, കെർബിയുമായിട്ട് അതായത് ബ്രിട്ടീഷ് ലണ്ടനിലെ കെർബിയുമായിട്ട് ആരംഭിക്കുന്ന ഇംഗ്ലീഷ് വോളണ്ടിയർ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം, ഇതെല്ലാം തന്നെ ഈ ദിവസം നടത്തപ്പെടുകയാണ്. വിശിഷ്ടാതിഥികളായിട്ട് പങ്കെടുക്കുന്നത് കേന്ദ്ര ട്രൈബൽ പഞ്ചായത്ത് രാജ് വകുപ്പ് കേന്ദ്രമന്ത്രി, ക്യാബിനറ്റ് മന്ത്രിയായ ബഹുമാനപ്പെട്ട കിഷോർ ചന്ദ്രദേവാണ് ഈ സമ്മേളനത്തിൽ വിശിഷ്ടാതിഥിയായിട്ട് കടന്നു വരുന്നത്. അദ്ദേഹത്തോടൊപ്പം തന്നെ ദ്വിശതാബ്ദി ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ശ്രീ കെ മാണി മന്ത്രി അവർകളെ നിർവഹിക്കുന്നു. ജോസ് കെ മാണി MP, ആന്റോ ആന്റണി MP, ശ്രീ PT തോമസ് MP, ശ്രീ ജോയ് എബ്രഹാം MP എന്നിവരും വോളണ്ടിയർ എക്സ്ചേഞ്ച് പ്രോഗ്രാമിന്റെ ഇനോഗ്രേഷന് MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ഷീന ഷുക്കൂർ നിർവഹിക്കുന്നതും ഹെൻറി ബേക്കറിന്റെ ജന്മസ്ഥലമായ കെർബിയിൽ നിന്നും കടന്നുവരുന്ന റവറന്റ് മാർക്ക് ഹോൾഡവേ, ശ്രീ അലക്സാണ്ടർ ഫിലിപ്സ് എന്നിവർ അന്നത്തെ ഹെൻറി ബേക്കർ മെമ്മോറിയൽ പ്രഭാഷണം നിർവഹിക്കുന്നതുമാണ്. ശബരിപാത സംബന്ധിച്ച് ജനപ്രതിനിധികൾ നിലപാട് വ്യക്തമാക്കണമെന്ന് INL ജില്ലാ സെക്രട്ടറി MM സുലൈമാൻ. പദ്ധതി നടത്തിപ്പിന് റെയിൽവേ സംരക്ഷണ സമിതി നടത്തുന്ന ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ജില്ലയിലെ ജനപ്രതിനിധികൾ അടിയന്തരമായി പ്രതികരിക്കുകയും രംഗത്ത് വരികയും ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇടുക്കി ജില്ലയിലെ ഏറ്റവും കാർഷിക വിളകൾ, നാണ്യവിളകൾ കയറ്റുമതി ചെയ്യുന്നതടക്കം വല്ലാർപ്പാടം കണ്ടെയ്നർ പദ്ധതിയുടെ അനുബന്ധമായി ഇത് വരുമ്പോൾ ഏറ്റവും ഗുണം ലഭിക്കുന്ന ഒരു ജില്ല ഇടുക്കി ജില്ലയാണ്. 9.4 കിലോമീറ്റർ ദൈർഘ്യവും 117 വീടുകൾ മാത്രവുമാണ് ഇടുക്കി ജില്ലയ്ക്ക് നഷ്ടമാകുന്നത്. ഈ 117 വീടിൽ 90 വീടുകൾ വിട്ടു നൽകാൻ തയ്യാറാണ് എന്ന് ഭൂ ഉടമകൾ അധികൃതരെ അറിയിച്ചിട്ടും 25 വർഷം പിന്നിട്ടിട്ടും ഈ പാത പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ചില പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും ചില എസ്റ്റേറ്റ് ലോബികളും ദീർഘദൂര സർവീസുകൾ നടത്തുന്ന ബസ് മുതലാളിമാരും ഇതിന്റെ പിന്നിൽ അണിയറ നീക്കം നടത്തി ഈ പദ്ധതിയെ പൊളിക്കുവാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
വളരെ അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയമായി ബഹുമാനായ തൊടുപുഴയുടെ MLA-യും മന്ത്രിയുമായ PJ ജോസഫ് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് 4-1 നോട്ടിഫിക്കേഷൻ നടപടി പ്രകാരം ഭൂമി ഏറ്റെടുക്കുന്നതടക്കമുള്ള പദ്ധതികൾ കാക്കം വർദ്ധിപ്പിക്കാൻ ഇടപെട്ടുകൊണ്ട് ഇടുക്കി ജില്ലയുടെ സർവ്വതോന്മുഖമായ വികസനത്തിന് വഴിതെളിക്കുന്ന ഈ പദ്ധതിക്ക് വേണ്ടി രംഗത്ത് വരണമെന്നാണ് ഇന്ത്യൻ നാഷണൽ ലീഗ് ആവശ്യപ്പെടുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ നഗരസഭയിലെ കുന്നുംപുറം കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ നഗരസഭയിൽ മാലിന്യ സംസ്കരണ പദ്ധതികൾ വൈകുന്നതിൽ റെസിഡൻസ് അപ്പെക്സ് കൌൺസിലിന് അതൃപ്തി. പ്രവാസി കേരള കോൺഗ്രസ് ഇംഗ്ലണ്ട് റീജിയൻ ഏർപ്പെടുത്തിയ KM ജോർജ് സ്മാരക അവാർഡ് ഫാദർ ഡേവിഡ് ചിറമേലിന്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.